ഹലോ, എസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. അതിനായി കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫ്, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. സവാള 3 എടുത്തിട്ടുണ്ട്. 3 സവാള അരിഞ്ഞതിൽ പകുതി സവാള നമുക്ക് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക് ചതച്ചതും ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉലുവ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത ബീഫ് കുക്കറിൽ 4 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം. 4 വിസിലാവുമ്പോഴത്തേക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് അടുപ്പിൽ വെച്ച് കുക്കറിൽ അടപ്പില്ലാതെ വറ്റിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ബാക്കിയുള്ള സവാളയും കുറച്ച് ചതച്ച കുരുമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കഷ്ണം തേങ്ങ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് സവാളയും തേങ്ങയും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന ബീഫ് എടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് എല്ലാ ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കാം. ബീഫ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടച്ച് വെച്ചിട്ട് വീണ്ടും ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പാകമാകുന്നതായിരിക്കും ബീഫ്. ഇപ്പം നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല ഈർപ്പം എല്ലാം പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് വിളമ്പാം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാവുന്നതായിരിക്കും. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ